ബിസ്വലാത്തി വസ്തബിർ അലൈഹാ വഉമുർ, നബിയെ അങ്ങോര് കൽപ്പിക്കുക, അഹ്ലക അങ്ങോരെ കുടുംബത്തോട്, ബിസ്വലാത്തി നിസ്കരിക്കാൻ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, വസ്തബിർ അലൈഹ അതിൻ്റെ മേൽ ക്ഷമിക്കുകയും ചെയ്യുക. ക്ഷമിക്കണ്ടേ? 5 വക്ത് നിസ്കരിക്കണ്ടേ? അതിനെക്കുറിച്ച് ക്ഷമ വേണമല്ലോ. ഏത് ജോലിയാണെങ്കിലും ഏത് യാത്രയാണ്, നിസ്കാരം അനിവാര്യമില്ല. ബുദ്ധി ഉണ്ടെങ്കിൽ, പ്രായപൂർത്തി ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും പഠിക്കണ്ടേ? ഫാത്തിഹ സൂറ കൃത്യമായി പഠിക്കണ്ടേ? അത്തഹിയാത്ത് കൃത്യമായി ഓതാൻ പഠിക്കണ്ടേ? സലാം വീട്ടിൽ കൃത്യമായി ഉച്ചരിക്കാൻ പഠിക്കണ്ടേ? തക്ബീറത്തുൽ ഇഹ്റാം കൃത്യമായി ഉച്ചരിക്കാൻ പഠിക്കണ്ടേ? ഇതൊന്നും അറിയാത്തയാൾ പൊട്ടനാണ്. നമ്മൾ വെത്തി +1 +2 ഡിഗ്രി പഠിച്ച വലിയ ആളായിന്നാ. ഇതൊന്നും അറിയാതെ മറ്റേത് പഠിച്ചിട്ട് എന്ത് കാര്യമോ? മതം പഠിക്കാതെ വെറും ഭൗതികം പഠിച്ച ഓനെ പറ്റി നമ്മൾ പൊട്ടെന്ന് അറിയാം. ദീനില്ലാത്തവന് എന്തിനു പറ്റും? അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? അള്ളാഹുവിൻ്റെ ചോദ്യം ഒരിക്കലും സമല്ല. അള്ളാഹുവിൻ്റെ ദീനറിയണം, മതം പഠിക്കണം. അവനാണ് മനുഷ്യൻ, മറ്റേ ആൾ പോത്ത. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് അറിവ് നല്ലോ നൽകണം. ഞമ്മക്കും ഞമ്മളെ മക്കൾക്കും എല്ലാവർക്കും അറിവ് നൽകണം.